തങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിലുള്ള സ്വീകാര്യത അത് ഞാൻ സുവിശേഷം പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തെക്കുറിച്ച് 4 ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവരാരായിരുന്നാലും അവരെന്തു പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശത്തെ പൗലോസിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അത് വേറൊരു സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവവചന പഠന പരമ്പരയിൽ GNN TV-യിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖനത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വാഗ്ദാനം, സുവിശേഷത്തിൻ്റെ ആളത്വം, സുവിശേഷത്തിന്റെ പ്രഖ്യാപനം, സുവിശേഷത്തിന്റെ ഉൽപ്പന്നം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക നീതീകരണത്തിനുള്ള 4 അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ അധിഷ്ഠിതമായ വിശ്വാസം രഹസ്യമായിരിക്കേണ്ടതല്ല, അത് സർവ്വലോകത്തിലും പ്രസിദ്ധമാക്കാനുള്ളതാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നാം രഹസ്യമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. റോമിലെ ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അഥവാ റോമിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ അവർ രഹസ്യ ക്രിസ്ത്യാനികളായിരുന്നില്ല. അവർ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ള വസ്തുത മറ്റുള്ളവരെ അറിയുകയും അവരത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കും. രണ്ടാമതായി, വിശ്വാസം ഒരു കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ആശ്വാസം ലഭിക്കേണ്ടതിന് എന്നാണ്. അതായത് സുവിശേഷത്തിന്റെ വിശ്വാസത്തിലൂടെ, സുവിശേഷം വിശ്വസിക്കുന്നതിലൂടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ വിശ്വസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വലിയ കൂട്ടായ്മ വിശ്വാസം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് കൂട്ടായ്മയെക്കുറിച്ചൊരു വലിയ ആഗ്രഹം, തമ്മിൽ കാണുവാൻ, തമ്മിൽ സംസാരിക്കാൻ, തമ്മിൽ വിഷയങ്ങൾ പങ്കുവെക്കാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടാകുന്നു. അത് വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ്. മൂന്നാമതായിട്ട് 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാടുകളെ കുറിച്ചുള്ള ബോധ്യതയിലേക്ക് നാം എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകും. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള, വ്യത്യസ്ത നിലവാരത്തിലുള്ള ആളുകളെയാണ് അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുന്നത്. യവനന്മാരെന്ന് പറയുമ്പോൾ അവർ പൊതുവെ ജ്ഞാനം അന്വേഷിക്കുന്ന ആളുകളാണെന്ന് ദൈവവചനത്തിൽ കാണുന്നു. അവർ നല്ല ജ്ഞാനികളായ ആളുകളാണ്. തത്വചിന്തകന്മാരും വളരെ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമായ ധാരാളം ആളുകൾ ഗ്രീക്കുകാരുടെ ഇടയിലുണ്ടായിരുന്നു. ബർബരന്മാർ എന്നവിടെ പറഞ്ഞിരിക്കുന്നു, അതായത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്.
അവർ പറയുന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. അവർക്കൊരു പ്രത്യേക ഭാഷയാണുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് അവരോട് എനിക്ക് ബന്ധമില്ലെന്നോ അവരെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നോ അല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവർ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അവരെ സുവിശേഷം അറിയിക്കുന്നതിന് എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. നാലാമതായി, ഈ ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കാത്ത വിശ്വാസത്തിന് കാര്യമായ തകരാറുണ്ട്. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പ്രസിദ്ധമാക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസം വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന വിശ്വാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് ലജ്ജിക്കേണ്ട ഒരു വിഷയമേ അല്ല എന്നും വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന പാപക്ഷമയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള അറിവ് ആളുകൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമാക്കും. അദ്ദേഹം 4 വിധത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യവനന്മാർ, ബർബരന്മാർ, ജ്ഞാനികൾ, ബുദ്ധിഹീനം. ഈ 4 കാറ്റഗറിയിൽപ്പെട്ട, ഈ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. പലരും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നതിൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നതിൽ വൈമനസ്യമുള്ളവരായിരിക്കുമ്പോൾ തങ്ങൾക്കുള്ള പദവി, തങ്ങൾക്കുള്ള സ്വാധീനത, തങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിലുള്ള സ്വീകാര്യത, അത് ഞാൻ സുവിശേഷം പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശുദ്ധ വേദപുസ്തകം സുവിശേഷത്തിന്റെ പ്രാധാന്യതയെ അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷത്തിന്റെ അന്തസത്തയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനം ഒരു വളരെ മനോഹരമായ, വളരെ ചിന്തനീയമായ വിവിധ വസ്തുതകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് നാം കേൾക്കുന്നതെല്ലാം സുവിശേഷമാണോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയ്ക്കുള്ള സന്ദേശമാണ്. അത് രക്ഷയ്ക്കുള്ള ദൈവ ശക്തിയാണ്. അത് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്നാണ് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തെക്കുറിച്ച് 4 ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ധ്യാനിച്ചനന്തരം നമുക്ക് മുമ്പോട്ട് പോകാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും രാജ്യത്തിന്റെ സുവിശേഷം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിപ്പാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ദാവീദിന്റെ സന്തതിയായ യേശു അതിന്മേൽ ഭരണം നടത്തും എന്നുള്ള സദ്വർത്തമാനമാണ് രാജ്യത്തിന്റെ സുവിശേഷം. യോഹന്നാൻ സ്നാപകനും യേശുവും ശിഷ്യന്മാരും ഈ സുവിശേഷമാണ് പ്രസംഗിച്ചത്. യേശു പറഞ്ഞ ഒരു ഉപമയിൽ, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള യഹൂദ മതത്തിന്റെ തിരസ്കരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഈ സുവിശേഷം വീണ്ടും പ്രസംഗിക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു. സകല ജാതികൾക്കും
ഉള്ള സാക്ഷ്യത്തിന് വേണ്ടിയാണ് അന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. രണ്ടാമതായി സുവിശേഷത്തെക്കുറിച്ച് ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന സന്ദേശം സുവിശേഷം ദൈവകൃപയുടെ സന്ദേശമാണ് എന്നുള്ളതാണ്. യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു തൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാരുടെ അടുക്കലേക്കാണ് വന്നത്. എന്നാൽ അവർ യേശുവിനെ കൈക്കൊണ്ടില്ല, അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു, യേശുവിനെ അവർ തിരസ്കരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹൂദനാൽ തിരസ്കരിക്കപ്പെട്ട യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങൾ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള സദ്വർത്തമാനമാണ് ദൈവകൃപയുടെ സുവിശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സുവിശേഷത്തെ രക്ഷയുടെ സുവിശേഷമെന്നും എൻ്റെ സുവിശേഷമെന്നും ഒക്കെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലും ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും വേറൊരു സുവിശേഷം എന്ന് പൗലോസ് പറയും. നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ച രാജ്യത്തിന്റെ സുവിശേഷമോ രണ്ടാമതായി നമ്മൾ ധ്യാനിച്ച ദൈവകൃപയുടെ സുവിശേഷമോ അല്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് വേറൊരു സുവിശേഷം എന്നാണ്. അതായത് 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനോടുള്ള നിർമ്മലതയും യേശുക്രിസ്തുവിനോടുള്ള ഭക്തിയും വിട്ട് വഷളായി പോകുമോ എന്ന് താൻ ജനത്തെക്കുറിച്ച്, കൊരിന്തിലുള്ള ദൈവജനത്തെക്കുറിച്ച് ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയും നിർമ്മലതയും വിട്ട് അതിനെ ഇല്ലാതാക്കി സാത്താനാൽ മനസ്സ് വശീകരിക്കപ്പെട്ടു പോകുന്ന വ്യക്തി അവരാരായിരുന്നാലും അവരെന്തു പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശത്തെ പൗലോസിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അത് വേറൊരു സുവിശേഷമാണ്. യേശുക്രിസ്തുവിനോടുള്ള നിർമ്മലതയും യേശുക്രിസ്തുവിനോടുള്ള ഭയഭക്തിയും വിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു പ്രസംഗങ്ങളും സുവിശേഷ പ്രസംഗമല്ല എന്നും അത് വേറൊരു സുവിശേഷമാണ് എന്നും പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളും അത് സുവിശേഷമാണോ എന്ന് വിലയിരുത്തേണ്ടത്, അത് സുവിശേഷമാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധവും യേശുക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയും നിർമ്മലതയും സൂക്ഷിക്കുവാൻ ആ സന്ദേശം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ടോ, ആ സന്ദേശം അതിനായി നമ്മെ ഒരുക്കുന്നുണ്ടോ എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സുവിശേഷത്തെക്കുറിച്ചുള്ള 4-ാമത്തെ ചിന്ത വിശുദ്ധ വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ദൂതന്റെ കൈവശം ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ദൂതൻ പ്രസംഗിക്കുന്ന സന്ദേശമാണ് അത്, അഥവാ അത് ദൂതൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. മുമ്പ് നമ്മൾ കേട്ട അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ച രാജ്യത്തിന്റെ സുവിശേഷവും ദൈവകൃപയുടെ സുവിശേഷവും വേറൊരു സുവിശേഷവും ഇതൊക്കെ മനുഷ്യൻ സംസാരിക്കുന്ന, മനുഷ്യൻ അറിയിക്കുന്ന സന്ദേശമായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന നിത്യ സുവിശേഷം ദൂതൻ പ്രസംഗിക്കുന്നതാണ്. മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത ഈ നിത്യ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളതാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായി 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. പൗലോസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, അദ്ദേഹത്തിന്റെ മിഷണറി യാത്രകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, അദ്ദേഹം അനേക പ്രാവശ്യം തടവിലാക്കപ്പെട്ടതായും പല പ്രാവശ്യം സുവിശേഷ നിമിത്തം കഠിനമായി ഉപദ്രവിക്കപ്പെട്ടതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയിൽ വെച്ച് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു.
തെസലോനിക്കയിൽ നിന്ന് അദ്ദേഹം ആട്ടി ഓടിക്കപ്പെട്ടു. ബെരോവയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചു കടത്തപ്പെട്ടു. അഥേനയിൽ അദ്ദേഹം വല്ലാതെ പരിഹസിക്കപ്പെട്ടു. കൊരിന്തിൽ തൻ്റെ സന്ദേശം യഹൂദന്മാർക്ക് ഇടർച്ചയായിട്ട് തീർന്നു. യവനന്മാർക്കത് ഭോഷത്വമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. സുവിശേഷത്തിന്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുവാനും ലജ്ജ കൂടാതെ മടി കൂടാതെ സുവിശേഷം അറിയിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ വചന പഠനത്തിലൂടെ സുവിശേഷത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി അതിൻ്റെ മഹത്വം ഗ്രഹിച്ച് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത സാക്ഷികളായി ജീവിക്കുവാൻ, സുവിശേഷം യാതൊരു മടിയും ലജ്ജയും കൂടാതെ അറിയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രദ്ധിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.